കുഴപ്പമില്ല പറഞ്ഞു. ഹായ് കൂട്ടുകാരെ, ഇന്ന് പറമ്പിലാണ് കേട്ടോ. മുളകൊന്നുമില്ല, കുറച്ച് മുളകുണ്ട്. അത് കിളി കൊണ്ടാകുന്ന അങ്ങോട്ട് പറിച്ചെടുക്കുകയാണെങ്കിൽ വലിയ കറിക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇടുക്കിക്കാർ മുളക് പറിക്കാൻ പോണത് ഇങ്ങനെ ഒരു വലിയ മുണ്ടെടുത്തുകൊണ്ടാണ് കേട്ടോ. ഈ മുണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കും, കടുത്തേക്കട ഇട്ടിട്ട് ഇത് തമ്മിൽ അങ്ങോട്ട് കൂട്ടിക്കെട്ടും. ഇതുണ്ടോ, ഇത് തമ്മിൽ കൂട്ടിക്കെട്ടും കണ്ടോ. ഇനി ഇത് ഈ സാധനം ഉണ്ടല്ലോ മറിച്ചെടുക്കും. ഇങ്ങനെയാവും, ഇങ്ങനെ മറിച്ചെടുക്കും ഉണ്ട്. ഇങ്ങനെ മറിച്ചെടുത്തിട്ട് ഈ രണ്ട് തുമ്പും കൂടി ഇവിടെ കെട്ടും. പണ്ടേ ഈ അമ്മച്ചിമാർക്ക് ഏതാണ്ട് മാറാപ്പ് കിട്ടുമോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ അങ്ങ് കെട്ടും. ഉണ്ടോ, മുളക് പറിക്കാൻ റെഡി. അപ്പം ഞാൻ ഏണിയെ കയറി എന്ന് പറിക്കുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് നിലത്ത് നിന്ന് പറിക്കാനുണ്ട്. എടിവേ ഇങ്ങോട്ടൊന്ന് നോക്കടിവേ. നമ്മൾ എപ്പോഴും ഈ മുളക് പറിച്ച് കഴിയുമ്പോൾ തുടങ്ങുമ്പോൾ ടോപ്പ് തൊട്ട് താഴേക്ക് ഇറങ്ങണം, എന്നാലേ സേഫ് ആവുള്ളൂ. ഒരുപാട് നാളായി മുളക് പറിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ മുളക് പറിക്കാനൊക്കെ ഇങ്ങനെ പറമ്പിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് മുളക് പറിക്കാനൊക്കെ കയറുമായിരുന്നു. പക്ഷെ ഇപ്പം മുളക് കൊടിയില്ലല്ലോ, അപ്പം അതുകൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്യാറുള്ളൂ. ദൈവത്തിൻ്റെ വലിയ കൃപ, അല്ലാതെ ഒന്നും പറയാനില്ല. കാരണം റീലൊക്കെ എടുത്ത് വലിയ സന്തോഷത്തോടുകൂടി ഞാനും വൈഫും വീഡിയോ ഒക്കെ എടുത്ത് മുളക് പറിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഈ കാണുന്ന ചെറിയ ചെടിയിൽ നിന്നാണ് ഞാൻ ബോധരഹിതനായി താഴെ പോയത്. തലയ്ക്കകത്ത് ഇൻ്റർണൽ ബ്ലീഡിങ്, പിന്നെ 24 മണിക്കൂർ ICUവിൽ. എന്താണ് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. വിജനമായ മലഞ്ചെരുവിൽ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. എങ്ങനെയൊക്കെയോ വൈഫ് ആളെ വിളിച്ചു കൂട്ടി സുരക്ഷിതമായിട്ട് ആശുപത്രിയിൽ എത്തിച്ചു. ദൈവത്തിൻ്റെ കരുണ, അല്ലാതെ എന്തു പറയാൻ. ഒരുപക്ഷെ ഈ വീഡിയോ ആയേനെ എൻ്റെ അവസാനത്തെ വീഡിയോ. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അനിയൻ്റെ അടുത്ത് റെസ്റ്റിലാണ് പോത്താനിക്കാട്. ഇനി വെള്ളിയാഴ്ച ആശുപത്രി പോകണം. വീണ്ടും കാണാം.